വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ കെ ഗോപാലകൃഷ്ണൻ IAS-നെതിരെ കൂടുതൽ നടപടിയില്ല. കേസെടുക്കാനാകില്ല എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണറാണ് റിപ്പോർട്ട് കൈമാറിയത്. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, വിവരങ്ങൾ എന്താണ്? പോലീസിന്റെ നിലപാട് എന്താണ്? പ്രതീഷ്. റിജിത്ത്, ഒരു പ്രത്യേക മതവിഭാഗക്കാരെ ഉൾപ്പെടുത്തി കെ ഗോപാലകൃഷ്ണൻ IAS വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ സംഭവമാണ് ഏറെ വിവാദമായത്. പിന്നീട് ഇതിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ സർക്കാർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം DCC സെക്രട്ടറി DGPക്ക് ഒരു പരാതി നൽകിയിരുന്നു. കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്ത അന്വേഷണം നടത്തണമെന്നതായിരുന്നു ഈ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരാതി അന്വേഷിക്കാൻ നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി. അദ്ദേഹമാണ് ഇപ്പോൾ റിപ്പോർട്ട് ഈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ കേസെടുക്കാനാകില്ല എന്നതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. കാരണം ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയവരാരും തന്നെ പരാതി നൽകിയിട്ടില്ല. മാത്രമല്ല, ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ വിദ്വേഷ പരാമർശങ്ങളോ അത്തരത്തിൽ സന്ദേശങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേസ് നിലനിൽക്കില്ല എന്നുള്ള ഒരു വിശദീകരണത്തോടെയുള്ള റിപ്പോർട്ടാണ് നിലവിൽ ഈ നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ കൈമാറിയിരിക്കുന്നത്. മാത്രമല്ല, ഈ സംഭവത്തിൽ പുറത്തുനിന്ന് ഒരാൾ പരാതി നൽകിയാൽ അത് കേസെടുക്കാനാകില്ല എന്നും ആ കേസ് നിലനിൽക്കില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടിയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോകണ്ട എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ കൈമാറിയിരിക്കുന്നു. ഇതിൽ ഇനി സർക്കാർ അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ നടപടി സ്വീകരിക്കേണ്ടത്. എന്തായാലും നിലവിൽ മനസ്സിലാക്കുന്ന കാര്യം ഈ ഒരു സസ്പെൻഷനിൽ തന്നെ ഈ നടപടി ഒതുങ്ങുമെന്നതാണ്. കൂടുതൽ കടുത്ത നടപടിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോലീസോ സർക്കാരോ പോകാനുള്ള ഒരു സാധ്യതയും എന്തായാലും നിലവിൽ കാണുന്നില്ല. ശ്രീജിത്ത്. ശരി, MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു.